സൗദി അറേബ്യയിലെ നീറ്റ് എക്സാം വിജയകരമായി നടന്നു. പുതിയ അധ്യയന കാലയളവിലേക്കുള്ള മെഡിക്കൽ ആയുഷ് പ്രവേശന പരീക്ഷയായ നീറ്റ് എക്സാം സൗദിയിലെ ഏക പരീക്ഷാ കേന്ദ്രമായ റിയാദിലെ എക്സിറ്റ് 24-ൽ പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ബോയ്സ് വിഭാഗത്തിൽ വെച്ച് നടന്നു. 566 കുട്ടികളാണ് ഈ വർഷം നീറ്റ് എഴുതാൻ രജിസ്റ്റർ ചെയ്തിരുന്നതെങ്കിലും 553 കുട്ടികളാണ് പരീക്ഷ എഴുതാൻ എത്തിയത്. 13 കുട്ടികൾ ആബ്സെൻ്റ് ആയിരുന്നുവെന്ന് സെൻറ്റർ സൂപ്രണ്ടും ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പലുമായ മീര റഹ്മാൻ മലയാളം മിത്രം ന്യൂസിനോട് പറഞ്ഞു. പരീക്ഷാ ഹാളുകളിൽ CCTV ക്യാമറ അടക്കമുള്ളവ ഒരുക്കി വളരെ സുസജ്ജമായിട്ടാണ് പരീക്ഷ നടന്നത്. ജിദ്ദ, ദമാം, ജുബൈൽ, അബഹ, ബുറൈദ, തബൂക്ക്, തായിഫ് തുടങ്ങി സൗദിയിലെ പ്രധാന പ്രവിശ്യകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെല്ലാം പരീക്ഷയ്ക്കായി റിയാദിലെത്തിയിരുന്നു. സൗദി സമയം രാവിലെ 8:30 മുതൽ 11 വരെയാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഹാളിലേക്ക് പ്രവേശനം നൽകിയത്. 11:30 മുതൽ 2:50 വരെയായിരുന്നു പരീക്ഷാ സമയം. അഡ്മിറ്റ് കാർഡ്, ആവശ്യമായ ID പ്രൂഫ് എന്നിവയുമായി എത്തിയ വിദ്യാർത്ഥികളെയാണ് പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിപ്പിച്ചത്. 24ഓളം ഹാളുകൾ സജ്ജീകരിച്ചിരുന്നു. നിരോധിത വസ്തുക്കളില്ലാതെയും NTA നിർദ്ദേശിച്ച ഡ്രസ് കോഡുമായാണ് പരീക്ഷാർത്ഥികൾ പരീക്ഷാ ഹാളിൽ പ്രവേശിച്ചത്. ഇന്ത്യൻ സ്കൂളുകളുടെ ഒബ്സർവറായ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി IFS ഉദ്യോഗസ്ഥൻ മുഹമ്മദ് ഷബീറിനാണ് സൗദി അറേബ്യയിലെ നീറ്റ് പരീക്ഷയുടെ പ്രധാന ചുമതലയുണ്ടായിരുന്നത്. എംബസിയുടെ മേൽനോട്ടത്തിലാണ് പരീക്ഷ നടന്നത്. എംബസി ഉദ്യോഗസ്ഥൻ സൂരജ്, നാട്ടിൽ നിന്നെത്തിയ NTA ഒബ്സർവർ ഗൂഗിൾ കുമാരി, ഇന്ത്യൻ സ്കൂളുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകർ തുടങ്ങിയവർ പരീക്ഷ നടത്തിപ്പിന് മേൽനോട്ടം വഹിച്ചു. എന്താ പേര്? പേര് അഞ്ജലി. നാട്ടിലെവിടെ? നാട്ടില് കണ്ണൂർ. എങ്ങനെയുണ്ടായിരുന്നു നീറ്റ് എക്സാം? എക്സാം കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് കുറച്ച് ലെങ്തി ആയി തോന്നി. പിന്നെ ബയോളജി ഈസി ആയിരുന്നു. കുറെ NCERT ബേസ്ഡ് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഡയറക്റ്റ് കുഴപ്പമില്ല. ചില കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഫിസിക്സ് ടഫാണ്. അതെ അതെ അതെ, കുറച്ച് ലെങ്തി ആയിരുന്നു. ലെങ്തി ആയിരുന്നു കുറച്ച് ഫിസിക്സ്. പ്രോസസ് എല്ലാം സ്മൂത്ത് ആയിട്ട് പോയി. ലേറ്റ് ഡിലേ ഒന്നുമില്ല, എല്ലാം കറക്റ്റ് ആയിരുന്നു. പ്രതീക്ഷയുണ്ടോ? എന്താണ് അമ്മയ്ക്ക് പറയാം? എന്താ പേര്? ഞാൻ സീന. സീന, ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ് അല്ലേ? അങ്ങനെ മകളെ നന്നായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലൊക്കെ ആണോ? പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു. കുറച്ചൊരു ഇതായിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ ഇതിന് നന്നായിട്ട് പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നു. നീറ്റ് ആദ്യമായിട്ട് എഴുതുന്നോ? അല്ല, ഇത് സെക്കൻഡ് ടൈം. സെക്കൻഡ് ടൈം ഇവിടെ തന്നെ? കഴിഞ്ഞ വർഷം ഇവിടെ തന്നെയാണ് എഴുതിയത്? അല്ല, കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ പോയിട്ട്. ഇന്ത്യയിൽ പോയിട്ട്. പറയൂ. ശ്വേത ജോസഫ്. ശ്വേത ജോസഫ്, ഓക്കെ. രാവിലെ എത്ര മണിക്കൂടെ എത്തി പരീക്ഷയ്ക്ക്? 9 മണിയായപ്പോ. 9 മണിയായി. എത്ര മണിക്കാണ് പരീക്ഷ തുടങ്ങിയത്? 11:30 ആയപ്പോ. 11:30 ആയപ്പോ. എത്ര മണിക്ക് അവസാനിച്ചു? ഒരു 2:50 ആയപ്പോ. ഏതെല്ലാം വിഷയങ്ങളായിരുന്നു കുറച്ച് ടഫാണെന്ന് പറഞ്ഞു? ഫിസിക്സ് ടഫാണെന്ന് പല കുട്ടികളും പറഞ്ഞു. ഫിസിക്സ് ടഫായിരുന്നു. ന്യൂമറിക്കൽ കുറെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഇച്ചിരി ടഫായിരുന്നു. ഇപ്പൊ +2 കഴിഞ്ഞിട്ടല്ലേ നമ്മളിപ്പോ നീറ്റ് എഴുതിയിട്ടുള്ളത്? ആദ്യമായിട്ടാണ് നീറ്റ് എഴുതുന്നത്. എങ്ങനെ പ്രതീക്ഷ? ഓവറോള് പ്രതീക്ഷ ഉണ്ടല്ലോ? അത് അവരെ നോക്കിയിട്ട് പറയും. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? നല്ല രീതിയിൽ പരീക്ഷ എഴുതിയോ? ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമായിരുന്നു. ചിലത് ബയോളജി കുഴപ്പമുണ്ടായില്ല. ഫിസിക്സ് പിന്നെ ഇച്ചിരി. എത്ര മണിക്കാണ് പരീക്ഷ തുടങ്ങിയത്? 11:30. 11:30. അപ്പൊ എത്ര മണിക്കൂടെ എൻട്രി ചെയ്തു? ഇവിടെ ഒരു 8:30 നാട്ടിലെവിടെയാണ്? നാട്ടിൽ എറണാകുളം. ഇത് ഉമ്മേമ്പാപ്പയാണ് അല്ലേ? എന്താ സാറിന്റെ പേര്? നാട്ടില് പെരുമ്പാവൂര്. എന്റെ പേര് പെരുമ്പാവൂര് തന്നെയാണോ? മോള് +2 കഴിഞ്ഞിട്ടാണോ നീറ്റ് എഴുതുന്നത്? +2 കഴിഞ്ഞിട്ട്. പിന്നെ എന്തായാലും പ്രതീക്ഷയുണ്ടോ? പരീക്ഷ നന്നായിട്ട് എഴുതിയെന്നോട് പറഞ്ഞത്. എന്തെങ്കിലും റാങ്കിലേക്ക് എത്തുമോ? അതറിയില്ല. പേര്? ഫാത്തിമ റഷ. ഫാത്തിമ. +2 കഴിഞ്ഞിട്ടാണോ? ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. നാട്ടിലെവിടെയാണ്? നാട്ടില് മലപ്പുറം. മലപ്പുറം അല്ലേ? വാപ്പ ആരെ കൂടെ വന്നിട്ടുള്ളത്? ഉപ്പയുമല്ല. ഇപ്പൊ എല്ലാരും തിരിച്ചു കൂട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? പരീക്ഷ ഈസി ആയിരുന്നു. പക്ഷെ നമ്മളിപ്പോ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, അത്ര ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അങ്ങനത്തെ എഴുത്താണ് എഴുതിയത്. പൊതുവെ കുട്ടികളെ കണ്ടപ്പോ അവർ പറഞ്ഞത് ഫിസിക്സ് ഭയങ്കര ടഫാണെന്ന് പറഞ്ഞു. എന്താ മോളെ അഭിപ്രായം? ഫിസിക്സ് ഓക്കെ ആയിരുന്നു, പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളായിരുന്നു. അപ്പൊ എങ്ങനെ പരീക്ഷ ഓവറോൾ എഴുതിയിട്ടുണ്ട്? എങ്ങനെ പ്രതീക്ഷ ഉണ്ടോ?
ഈ വർഷം ഇല്ല, നെക്സ്റ്റ് ഇയർ 1 ഇയർ ഡ്രോപ്പ് എടുത്തിട്ട് ഇതിന് പ്രിപ്പയർ ആവാൻ തന്നെയാണ് പ്ലാൻ. ഇവിടെ പരീക്ഷ സെന്റർ സൗദിയിൽ ഉണ്ടാവും എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നീട് ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് ശേഷം സെന്റർ വന്നത്. അതിൽ സന്തോഷമുണ്ട്. പരീക്ഷ എഴുതിയത് ഓഫ് കോഴ്സ് വെരി ഹാപ്പി. വെരി ഹാപ്പി. നമ്മുടെ ഒപ്പം ഉള്ളത് ജോസഫ് അഗ്രഗലാണ്. അദ്ദേഹത്തിന്റെ മകളാണ് ശ്വേത. നീറ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം മലയാള മിത്രം ന്യൂസിനോട് സംസാരിക്കുന്നത്. സാർ, നീറ്റ് എക്സാം ഇവിടെ നടക്കുമെന്നോ ഒരു പ്രതീക്ഷയും ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് സെന്റർ അനുവദിച്ചത്. എന്ത് പറയുന്നു ഇന്നത്തെ എക്സാമിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എക്സാമിനെ കുറിച്ച് കുട്ടികൾ പൊതുവെ ഫിസിക്സ് വളരെ പ്രയാസമായിരുന്നു എന്നുള്ളൊരു ഫീഡ്ബാക്കാണ് എനിക്ക് ഇവിടെ കുട്ടികളിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ സെന്റർ ഇവിടെ അനുവദിച്ചത് വലിയൊരു ഭാഗ്യമായി. ഏതാണ്ട് 566ഓളം കുട്ടികൾ ഈ സെന്ററിൽ നിന്ന് പരീക്ഷ എഴുതി. ഇവിടെ ഈ പരീക്ഷ എഴുതാനുള്ള സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ ഈ സൗദി അറേബ്യയിൽ ഇത്രയും കുട്ടികളും അവരുടെ പേരൻസിനും നാട്ടിലേക്ക് പോകേണ്ടി വരുന്ന ഒരു വലിയൊരു ബാധ്യത ഉണ്ടാകുമായിരുന്നു. സാമ്പത്തികപരമായിട്ടുള്ള വലിയൊരു നഷ്ടം ഉണ്ടാകുമായിരുന്നു. ആദ്യം ഇന്ത്യക്ക് പുറത്ത് നീറ്റ് പരീക്ഷാ സെന്ററുകൾ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് നമ്മുടെ KMCC, GMF തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിരവധിയായിട്ടുള്ള സംഘടനകളുടെ സമ്മർദ്ദഫലമായിട്ട് OICC തുടങ്ങിയ എല്ലാ സംഘടനകളും, നവോദയ, കേളി എല്ലാവരും ഇക്കാര്യത്തിൽ ശബ്ദമുയർത്തി. അതിന്റെ ഫലമായിട്ട് സൗദി അറേബ്യയിലെ റിയാദിൽ ഒരു സെന്റർ വന്നു. ഇത്രയും കുട്ടികൾക്ക് ഇവിടെ തന്നെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എത്ര പേര് ഇതൊക്കെ പരീക്ഷയുടെ റിസൾട്ടിന് ശേഷം വരേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇത്ര ഒരു സെന്റർ ഒരുക്കിയത്, നീറ്റ് സംവിധാനം ഇങ്ങനെ ഒരു സെന്റർ ഒരുക്കിയത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വലിയൊരു കാര്യം. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എന്നീ വിഷയങ്ങളിലെ 45 വീതം ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടത്. ഓരോ വിഷയത്തിലും 2 ഭാഗങ്ങളിലായി ചോദ്യങ്ങളുണ്ടായിരുന്നു. 180 ചോദ്യങ്ങൾക്ക് ലഭിക്കാവുന്ന പരമാവധി മാർക്ക് 720 ഇത് 3-ാം തവണയാണ് റിയാദ് ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂൾ നീറ്റ് എക്സാം സെൻറ്റർ ആകുന്നത്. കഴിഞ്ഞ വർഷം 488 കുട്ടികളാണ് എക്സാം എഴുതിയത്. ഈ വർഷം സൗദിയിൽ നീറ്റ് സെൻറ്റർ അനുവദിക്കുന്ന വിഷയത്തിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നുവെങ്കിലും വിവിധ കോണുകളിൽ നിന്നുള്ള പരാതികൾ പരിഗണിച്ച് സൗദിയിൽ നീറ്റ് കേന്ദ്രം അനുവദിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നീറ്റ് എക്സാം എഴുതിയ കുട്ടികളും രക്ഷകർത്താക്കളും വലിയ സന്തോഷത്തിലാണ്. പരീക്ഷ എഴുതി പുറത്തിറങ്ങിയ മിക്ക കുട്ടികളും പരീക്ഷ എളുപ്പമായിരുന്നുവെന്നും എന്നാൽ ഫിസിക്സ് അല്പം ബുദ്ധിമുട്ടായിരുന്നുവെന്നും മലയാള മിത്രം ന്യൂസിനോട് പ്രതികരിച്ചു. ദേശീയ പരീക്ഷ ഏജൻസിയായ NTA ആണ് നീറ്റ് പരീക്ഷ നടത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കും ഗവേഷണ സ്ഥാപനങ്ങളിലേക്കും നിശ്ചിത മാനദണ്ഡപ്രകാരം പ്രവേശന പരീക്ഷകളും മൂല്യനിർണ്ണയവും നടത്തുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വതന്ത്ര പരമാധികാര സ്ഥാപനമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയായ NTA. ജയൻ കൊടുങ്ങല്ലൂർ, മലയാള മിത്രം, റിയാദ്.